അപ്പോൾ അത് നമ്മൾ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. എന്ത് വെച്ചാൽ കാണിക്കുന്നത്? അപ്പോൾ ഇതാ ഇവിടെയാട്ടോ നമ്മുടെ പുതിയ ഷെഡിനകത്താട്ടോ നമ്മൾ എന്തായിരുന്നു ഡെക്കറേഷൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം ദാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബലൂൺ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം അതേപോലെ ഷെമിയുണ്ട്. ഷെമി ഹായ്. പിന്നെ ഇതാ മോളുണ്ട്. മോളിതാ മെഹന്തി ഇട്ടിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഗബ്രുമോൻ ഉറങ്ങി. അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തുണ്ട്, പപ്പായൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബലൂൺ വീർപ്പിക്കലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ആഞ്ഞടിക്ക് അവിടെ ഇരിക്കട്ടെ, അത് ഉണങ്ങട്ടെ. ഇച്ചിരൂടെ ആകാം. അപ്പോഴേ അപ്പതാ ഇത് ഇത്ര സെറ്റ് ചെയ്തു. ബലൂൺ ഷെമി അങ്ങ് ആഞ്ഞടിക്കും. ഷെമിക്ക് അത് കെട്ടാൻ അത്ര പങ്ക് കിട്ടുന്നില്ല. രണ്ടെണ്ണം നമ്മൾ വീർപ്പിച്ചിട്ടിട്ടുണ്ട്. പ്രിൻസ് അത് കെട്ടാൻ നിൽക്കും കേട്ടോ. മോളിതാ എടുത്തു കൊടുക്കുന്നു. ബലൂൺ ഇങ്ങനെ കെട്ടുമ്പോൾ മുഖം ഇങ്ങനെ സീരിയസ് ആയിട്ട് പിടിക്കണമെന്നുണ്ടോ? അല്ലേ ചായ? അല്ലേ ചായ? അപ്പത്തായിട്ടാണ് എന്താ ചായ കാണിക്കുന്നേ? സ്റ്റീൽ ബോഡി. ആ കറക്റ്റ്. ആ ഫേസും കൂടെ അങ്ങനെ വെച്ചിച്ച ഞാനോ തല ടിക്കറ്റ് ഫോട്ടോ അയച്ചില്ല. അയച്ചോ? ബാഹുബലിയുടെ ബോഡി ബിൽഡറിനകത്ത് തല വെട്ടിക്കഴിഞ്ഞ ഫോട്ടോ. ആ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്ത ഷെമിയുടെ ഫോണി വെറുതെ ചോദിച്ചപ്പോ നീ അതാ പ്രഹസനം. നീ ഇങ്ങോട്ട് പിന്നെ ഇത് പിടിക്കുന്നോ? അത് പിന്നെ എന്തെങ്കിലും ചെയ്ത് ഇത് ചെയ്യുന്ന ഒന്ന് കെട്ടാന്ന് പറഞ്ഞപ്പോ കെട്ടി കൊടുത്തു. ഞാൻ എടാ ഒന്ന് പറഞ്ഞപ്പോ കെട്ടി കൊടുക്കാന്ന്. ഇതാ ഇപ്പൊ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങ് നടക്കിത്. എന്തുവാ ഇത്? സ്പീഡിലായിക്കോട്ടെ. ഇവിടെ ഷെമി ഇതാ തകർത്ത് ബലൂൺ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഷെമി നോക്കുന്നത്? തെരഞ്ഞു പിടിക്കുവാണോ? ഗ്ലേസിംഗ് ഉള്ള ബലൂൺ തപ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫോണൊന്ന് ബെല്ലടിച്ചപ്പോൾ നമ്മുടെ ഗബ്രൂസ് കുട്ടൻ എഴുന്നേറ്റു കേട്ടോ. ബർത്ത്ഡേക്കാരാ അയാളതാ അവളെ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗബ്രു മോനെ, ഗബ്രു ഇന്നാണ് പൊന്നെ എഴുന്നേറ്റേ. ഗബ്രുവേ മതി ഷെമി. ആ ഒരു സൈസിൽ മതി. ഇനിയാണ് നിങ്ങൾ കാണേണ്ട പ്രേക്ഷകരെ. ഇവിടെ ഷെമിക്ക് ഇത് കെട്ടാൻ അറിയത്തില്ല. ഇച്ചായം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കേട്ടാ. അവനറിയാം. അവളുടെ കയ്യിൽ മൈലാഞ്ചിയാ. നീ 3 വിരല എടുക്കണം. അതാ 2 വിരലെടുത്താ മതി. അത് നീ 2 വിരലെടുത്താ മതി. 3 വിരലെടുക്കുന്നുണ്ടാ. നമ്മളിത് അപ്പൊ ഇതാ അടുത്ത നമ്മുടെ ബലൂൺ വീർപ്പിക്കലിലേക്ക് നാസി കടന്നിരിക്കുകയാണ്. നീ വീർപ്പിച്ചോട്ടത് ഗബ്രു
ഗബ്രു എല്ലാം നോക്കി കണ്ടോണ്ടിരിക്കും. ഉറക്കച്ചടവായതുകൊണ്ട് ഗബ്രു ഒന്നും അനക്കമില്ല കേട്ടാ. ഇനി എന്തിനാടാ ഇത്? ഇങ്ങനെ വലിച്ച് കെട്ടും. എവിടെ? എവിടൊക്കെ കെട്ടേണ്ടത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണു തുറന്ന് നോക്കണം, രണ്ട് കണ്ണ് കാണണം. ഇതാണോ എന്ന്? എവിടൊക്കെ ലൂസായിട്ട് കിടക്കുന്ന അവിടെ ഇവിടെ അവിടെ കിട്ടുന്നത്. അതിന് ചോദിച്ചു ഇതാണോന്ന്. ആണെന്ന് ഇതാണോ ചോദിക്കുമ്പോ ഇതാണെന്നാ പറയണ്ടത്. അല്ല കണ്ണില്ലേ ചോദ്യമാണോ മറുപടിയാണെന്നാ? ഡെക്കറേഷന്റെ അടുത്ത് തോരണം ചാർത്തുന്നു. ഒരാവിടെ കഷ്ടപ്പെട്ട് വാ കൊണ്ട് വീർപ്പിക്കുന്നു, മറ്റേ ആളിവിടെ പമ്പ് കൊണ്ട് വീർപ്പിക്കുന്നു. കെട്ടിക്കൊടുക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതെ മോനാട്ട് സുഖം മടവലില്ലേ? ഗ്രീൻ മസ്റ്റ് ആയിട്ട് എടുക്കണേ, കാരണം നമ്മുടെ തീം തന്നെ ഗ്രീനാ. ഇതിപ്പോ മതിയാവുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ആ ഗബ്രുദ ഓണായിട്ടുണ്ട്. ഗബ്രുമോൻ ഓണായിട്ടുണ്ട്. അയ്യോ അതിന്റെ മേലെ കൂടെ നടത്തിക്ക. രണ്ട് നാസിദായത് ആർച്ചില് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടോ. നാസിനെ ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ച്. പഴയതൊക്കെ ഓർമ്മ വന്നോടാ. ഭർത്താവും തമ്മിൽ അത് വാശിയേറി മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇശാന്ത് അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അടുത്തത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല. എന്താ ചീച്ച കെട്ടായിപ്പോയാ? അല്ല അത് അവരിങ്ങനെ ഇതായിട്ട് വെച്ചേക്കില്ലേ, അതായത് കുത്താതെ അയച്ചെടുക്കണം. ആ അച്ചാച്ചനൂടെ ഉണ്ട്. ആരെയാ? നമ്മളിതാ ബലൂണ് കുറെ അധികം വീർപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടേ ഇനിയും വീർപ്പിക്കാനുണ്ട് കേട്ടാ. ഇച്ചാൻ്റെ അപ്പതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർച്ചിന് വേണ്ടിട്ട് ബലൂണുകളെല്ലാം ഇതൊരു തോരണം ഇട്ടിട്ടുണ്ട്. സുമാരിയടാ അടുത്ത ഷെമി ബലൂൺ വീർപ്പിച്ച് കുഴഞ്ഞൊന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ഒന്നും നാളെ തീർപ്പിക്കത്തുള്ളൂ. അത് നാളെ മതിയാ. നമ്മളിതാ ബലൂൺ ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്നലെ രാത്രിയിൽ എപ്പോഴാ കിടന്നേ? 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെമി നാസിക്ക് പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗബ്രൂട്ടിനെ ഉറക്കാനും പോയി. എല്ലാവരും അപ്പുറത്തോട്ട് പോയപ്പം ബാക്കി ഇച്ചാൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മൾട്ടി കളറാണ് കേട്ടോ നമ്മൾ തീം. പിന്നെ പച്ച എന്നൊക്കെ പറയില്ല ഇച്ചായ തീമായിട്ട്. പിന്നെ ഇതാ ഇപ്പോൾ രാവിലെ ആയപ്പം ബാക്കി കേട്ടോ കോഴി വരെ പോകുന്നുണ്ട്. ബാക്കി നമ്മളിതാ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളല്ലോ ഇച്ച. ബാക്കി എന്ത് ചെയ്യും? ആ അതും കൂടെ ഹാങ് ചെയ്യണം. പിന്നെ 2 ബലൂൺ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു 2 ബലൂണ് സെറ്റ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞല്ലേ. പിന്നെ ഇവിടെയൊക്കെ നമ്മളിതാ കുറച്ച് ബലൂൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതാണ്ട് വീർപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻ്റെ വീഡിയോ. നമ്മുടെ ഡെക്കറേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താട്ടോ. ഞങ്ങൾ തമ്മിൽ ഏകദേശം എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടടാ? ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ സമയത്താണ്. പക്ഷെ ഇച്ചാനെ എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇന്ന് കാണുന്നത്. ശിവനെ ഭയങ്കര ജാടായിട്ട് നിൽക്കുക. ഒരു ഹായ് പറഞ്ഞാടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്. ഇതിന്റെ കാണാൻ പറ്റത്തില്ല. വീട് കണ്ണൂരാണ് കേട്ടോ. അവൻ ഇന്നലെ വൈകുന്നേരം ട്രെയിൻ കയറി ഇന്ന് വെളുപ്പിനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതേ 2 പേരും കൂടെ അവനായിട്ട് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചു. എന്താ കാണിച്ചിട്ട് പണിയെടുക്ക്. അപ്പോൾ ഒത്തിരി സന്തോഷം ഇങ്ങനെയെങ്കിലും കാണാനും വരാനൊക്കെ പറ്റിയതിൽ. അല്ലേടാ? നീ ക്യാമറയിലോട്ട് വാടാ. നീ എന്ത് ഇപ്പം അതിങ്ങി നിൽക്കുന്നേ? നാണക്കേടോ? ഇവന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പറയത്തില്ല. ഇപ്പം സ്വന്തമായി വിരമിച്ചെന്ന ഇപ്പം ഓട്ടോ ഓടിക്കും കേട്ടോ. സ്വന്തമായിട്ട് ഓട്ടോ ഒക്കെ ഓടിച്ചിട്ട് അങ്ങനെ. കല്യാണമൊന്നും ആയിട്ടില്ല.
അയ്യാ 2025 കോഞ്ഞ കോമഡി ആയിട്ട് എല്ലാം കാര്യമായിട്ട് ചോദിച്ചത് എനിക്ക് അതിനുള്ള മറുപടി കിട്ടും എന്തുവാ ക്യാമറ കട്ട് ചെയ്തിട്ട് പറയാ ചേട്ടൻ ഇവിടെ സെറ്റ് ചെയ്തോണ്ട് അപ്പൊ ഓക്കെ ബൈഡാ നടക്കട്ടെ ഡാ ബൈന്ന് ചാട ഒട്ടുമില്ല കേട്ടോ സിമോളെ ഇച്ചാന്റെ മേക്കപ്പ് ചെയ്ത ഇതാണ് പ്രിൻസിമോളുടെ കോസ്റ്റ്യൂം നമ്മൾ അന്ന് എടുത്തത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞ് ഹെയർ ബോയ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ ഫേസ് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ